നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2ന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിനകത്ത് ഫസ്റ്റ് മോഡ്യൂളില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ക്ലാസിക്കൽ തിയറി. ആ ക്ലാസിക്കൽ തിയറിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസിക്കൽ തിയറി എന്താണെന്നും ക്ലാസിക്കൽ തിയറിയിൽ ആരുടെയൊക്കെ തിയറീസ് ആണ് വരുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ പേപ്പർ നമ്പർ 2ന്റെ കോഴ്സിനെ പറ്റി ഞാൻ പറയാം. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എന്റെ പേപ്പർ നമ്പർ 2 മാത്രമുള്ള കോഴ്സാണ്. പേപ്പർ നമ്പർ 1 നമ്മളിപ്പോ ഇൻക്ലൂഡഡ് അല്ല. പേപ്പർ നമ്പർ 2വിനകത്ത് എല്ലാ ടോപ്പിക് വൈസ് വീഡിയോ ക്ലാസ്സും അതിന്റെ PDF നോട്ടും ഉണ്ടായിരിക്കും. ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള MCQ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം കുറച്ച് പോർഷൻസ്, ഒരു 55% പോർഷൻസ് തീർന്നിരിക്കുകയാണ് നേരത്തെ തുടങ്ങിയതുകൊണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇനിയും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നേരിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 799 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോർഷൻ തീർന്നതിന് ശേഷം നമ്മൾ റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ട് മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തും. പേപ്പർ നമ്പർ 2 ഇൻക്ലൂഡഡ് ആയിരിക്കും. പേപ്പർ നമ്പർ 1 ഇല്ല. അപ്പൊ സംശയമായിട്ട് വരരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ക്ലാസിക്കൽ തിയറി? പേരിനകത്ത് തന്നെയുണ്ട് ക്ലാസിക്സ്. നമ്മൾ പറയത്തില്ലേ ക്ലാസിക് സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ക്ലാസിക്കൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറിയിലാണ് ശരിക്കും ഈ ക്ലാസിക്കൽ തിയറി വരുന്നത്. അപ്പൊ ക്ലാസിക്കൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ was developed first half of the 20th century. 20th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് ഈ ക്ലാസിക്കൽ തിയറി വരുന്നത്. ഇതിനെ നമ്മൾ വേണമെങ്കിൽ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് വിളിക്കാം. എന്തിന്റെ? മാനേജ്മെന്റിന്റെയും ഓർഗനൈസേഷന്റെയും ഒക്കെ മോസ്റ്റ് ട്രഡീഷണൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച് എന്നാണ് നമ്മൾ ഈ ക്ലാസിക്കൽ തിയറിയെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ക്ലാസിക്കൽ തിയറി ഒരാളുടെ തിയറി അല്ല, പല തിയറീസ് ആണ്, പല ആൾക്കാർ ഡെവലപ്പ് ചെയ്ത, അതായത് 20th സെഞ്ചുറിയിൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടും മാനേജ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് പേര് ക്രിയേറ്റ് ചെയ്ത കുറച്ച് അപ്രോച്ചുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ ഇസ് ദ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്ക് മാനേജ്മെന്റിനെ പറ്റി പഠിക്കാനും ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങി വെച്ച ഏർലിയസ്റ്റ് മോസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച് ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി, ഫോർമൽ സ്ട്രക്ചർ, ക്ലിയർ ഹയറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം 20th സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കമ്പനികൾ, ഓർഗനൈസേഷൻസ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഒരു പകുതി തുടങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ, കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ ഈ ഒരു ഹയറാർക്കിക് മോഡൽ ഉണ്ടല്ലോ, ഈ ക്ലിയർ ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അതായത് ഏറ്റവും മുകളിലായിട്ട് ഒരു ബോസ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ആള്, അങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു ഹയറാർക്കി, ഒരു ബ്യൂറോക്രാറ്റിക് മോഡൽ ആയിരുന്നു അന്ന് കൂടുതലായിട്ടും എല്ലാവരും ഫോളോ ചെയ്തിരുന്നത്. അല്ലെ, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒന്നും എംപ്ലോയീസിനോടൊന്നും ഉണ്ടായിരുന്നില്ല. എംപ്ലോയീസിനെ കൂടുതലായിട്ട് ഇവർ കണ്ടിരുന്നത് മെഷീൻസ് ആയിട്ടായിരുന്നു. ഓക്കെ, അതായത് പണ്ടത്തെ കാലത്ത് എംപ്ലോയീസിനെ അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നോ, അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമ്മൾ ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ കാണണമെന്നോ, ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ ഒരു ചിന്തയൊന്നും അന്നില്ല. അന്നുള്ളത് എന്താണ്? മെഷീൻസിനെ പോലെ തന്നെയാണ് ഇവരെയും കണ്ടിരുന്നത്. അപ്പൊ മേജർ ആയിട്ടുള്ള എക്സ്പോണൻസ് ആരൊക്കെയാണ് ഈ തിയറിയിൽ നമ്മളോട് ചോദിക്കും. ആ തിയറിയിൽ മേജർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫ്രെഡറിക് W. ടൈലർ, ഹെൻറി ഫയോള്, മാക്സ് വെബർ, ജെയിംസ് മൂനെ, അലൻ റെയ്ലെ, റൂദർ ഗുളിക്, കേട്ടോ, ഗുളിക്കും ഉർവിക്കും, ആ രണ്ടുപേര്, ലിൻഡാൽ ഉർവിക്ക്, ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ് ഫേമസ്. ഇതിനകത്ത് ഈ ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫയോളിന്റെ പ്രിൻസിപ്പിൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് സിലബസിനകത്ത് തന്നെ. മാക്സ് വെബർ നിങ്ങൾക്ക് അറിയായിരിക്കും, സോഷ്യോളജിയിലൊക്കെ വരുന്ന മാക്സ് വെബർ തന്നെയാണ്. ടൈലറും നിങ്ങൾക്ക് അറിയായിരിക്കും, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ടൈലർ. അതുപോലെ ഗുളിക്, ഉർവിക്, ഇവർ രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് പല പ്രിൻസിപ്പിൾസും കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടേക്ക് മുകളിൽ കുറച്ചുകൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഓർഗനൈസേഷൻ ആർ മെഷീൻസ് ആൻഡ് പീപ്പിൾ ആർ ലൈക്ക് പാർട്ട് ഓഫ് ദ മെഷീൻ. അല്ലെ, ഓർഗനൈസേഷൻ ഒരു മെഷീൻ ആണെങ്കിൽ മെഷീന്റെ പാർട്ടാണ് എന്ത്?
അവിടുത്തെ തൊഴിലാളികൾ. അങ്ങനെയായിരുന്നു ക്ലാസിക്കൽ തിയറി പറയുന്നത്. their productivity can be maximized through proper design and supervision. കൃത്യമായിട്ട് സൂപ്പർവിഷൻ കൊടുത്താൽ, കൃത്യമായിട്ട് ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്താൽ കൃത്യമായിട്ട് മെഷീൻ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതായിരുന്നു അവരുടെ ചിന്താഗതി. The systematic study of organization began in the late 19th and early 20th century. ഇതിനെ പറ്റിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഈ ഓർഗനൈസേഷനെ പറ്റിയിട്ടൊരു സ്റ്റഡി തുടങ്ങുന്നത് 19ാമത്തെ സെഞ്ചുറിയുടെ അവസാനത്തിലും 20ാമത്തെ സെഞ്ചുറിയുടെ തുടക്കത്തിലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഏകദേശം ഒരു ഏർലി 20th സെഞ്ചുറിയിലാണ് ക്ലാസിക്കൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൂടുതലായിട്ട് എമേർജ്ഡ് ആയിട്ട് വന്നത്. ഇനി ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഹെൻറി ഫയോൾ ആണ്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾ ഒരിക്കലും മറക്കരുത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഓരോ വ്യക്തികളെ പറ്റിയിട്ട് നോക്കാം. ടെയ്ലർ എന്ന് പറയുന്ന വ്യക്തി, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ചോദിക്കും. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ടെയ്ലർ ആണ്. ഇദ്ദേഹമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷന്റെ, ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും എങ്ങനെയൊക്കെ കൂട്ടാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ, സയന്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്, ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം, ഇതൊക്കെ ആരുടെയാണ്? ടെയ്ലറിന്റെ ആണ്. അതായത് ഈ ഓരോരോ പോയിന്റ് പഠിക്കണേ. നമുക്ക് സിലബസിൽ വേറെയും തന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ പറ്റി പഠിക്കാൻ. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് സെലക്ഷൻ, വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സയന്റിഫിക് സെലക്ഷൻ നടത്തുന്നതിനെ പറ്റിയിട്ട്, ഓരോ ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം കൊണ്ടുവരുന്നതിന്, അതൊക്കെ ഫോക്കസ് ചെയ്താൽ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും കൂട്ടാം, ഇംപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞത് ടെയ്ലർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് മാനേജറും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റും ആയിരുന്നു. ഇദ്ദേഹം 1916 ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇദ്ദേഹത്തിന്റെയാണ് 14 പ്രിൻസിപ്പിൾ, മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. ഫോക്കസ്ഡ് ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആൻഡ് റോൾ ഓഫ് മാനേജ്മെന്റ്. ഇദ്ദേഹത്തിന്റെ ഫോക്കസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലും മാനേജ്മെന്റിന്റെ റോളിലുമായിരുന്നു. കൃത്യം. അടുത്തത് വെബർ ആണ്. നമുക്കറിയാം ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് ഇദ്ദേഹം. ബ്യൂറോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് മാക്സ് വെബർ ആണ്. എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ, ഇംപേഴ്സണാലിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ, റാഷണൽ ലീഗൽ അതോറിറ്റി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അവസാനം ജെയിംസ് മൂനെയും അലൻ റെയ്ലയുമാണ്. ഇദ്ദേഹത്തിനകത്ത് ആദ്യത്തെ വ്യക്തി മൂനെ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, എക്സ്പീരിയൻസ്ഡ്. അതുപോലെ കോ ഓതർ, അതായത് ഓൺവേർഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ബുക്ക് 1931 ഒരാളുടെ കൂടെ ചേർന്ന് എഴുതിയത് ഇദ്ദേഹമാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷനും സ്കേലാർ ചെയിനും ഒക്കെ ആ ഒരു എംഫസൈസ് ചെയ്ത് ഇദ്ദേഹമാണ്. താഴോട്ട് ഞാൻ പറയാം അതെന്താണെന്ന്. അപ്പൊ ഇത്രയൊന്ന് ഓർത്തിരിക്കുക. താഴോട്ട് നമുക്ക് പറയാം. ലാസ്റ്റ് വൺ ആണ് ഗുളിക് ലിൻഡൽ. അതും നമുക്ക് താഴോട്ട് പറയാം. ഇവര് ഡെവലപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, താഴോട്ട് പറയാം. ആദ്യം നമുക്ക് ക്ലാസിക്കൽ തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ഞാൻ പറഞ്ഞു ഫയോൾ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് വൃത്തിയായിട്ട് പഠിക്കാം. കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫയോൾ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്നു. ഫാദർ ഓഫ് ക്ലാസിക്കൽ തിയറി എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. ഫാദർ ഓഫ് ക്ലാസിക്കൽ തിയറി ഹെൻറി ഫയോൾ ആണ്. ഹിസ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഫ്രാൻസ്. 1916 ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് പബ്ലിഷ്ഡ് ആവുന്നത്. അതുപോലെ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 1929 ഇറങ്ങി. 1929 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. 1916 ഇദ്ദേഹത്തിന്റെ പബ്ലിഷ് ചെയ്ത ആ പുസ്തകത്തിന്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഓക്കെ, അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെയും വേർതിരിച്ച് ഇദ്ദേഹം കണ്ടിരുന്നില്ല. ഒരിക്കലും ഒരു ഡിസ്റ്റിങ്ഷൻ കണ്ടിരുന്നില്ല. പ്രൈവറ്റോ പബ്ലിക്കെന്നോ അങ്ങനെ ഒന്നും കണ്ടിരുന്നില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ അത് മാത്രമാണ് ഇദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നോക്കിക്കേ, ഹെൻറി ഫയോൾ ക്ലാസിഫൈഡ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ഇൻടു 6 കാറ്റഗറി. ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഓർഗനൈസേഷനകത്ത് ആക്ടിവിറ്റീസ് പലതും നടക്കുമല്ലോ. 6 കാറ്റഗറി ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, മാനേജീരിയൽ. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിക്കകത്ത് ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ് ആണ്. അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുക, അല്ലെ? കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് വിൽക്കുക, വാങ്ങിക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക. ഫിനാൻഷ്യൽ എന്തായിരിക്കും? ക്യാപിറ്റൽ സെർച്ച് ചെയ്യുക, ഒപ്റ്റിമൽ യൂസ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ. സെക്യൂരിറ്റി എന്തായിരിക്കും? പ്രോപ്പർട്ടി, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആണ്.
അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കുക. മാനേജേരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ 6 ആക്ടിവിറ്റീസ് ആണ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നത് അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ. ചോദിച്ചാൽ എഴുതണം. അതുപോലെ this classification laid the foundation for understanding how various functions integrate within an organization. ഇപ്പം ഫോർ എക്സാമ്പിൾ മാനേജറിയൽ ഫംഗ്ഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെ മാനുഫാക്ചറിങ് നടക്കത്തുള്ളൂ. അവർ പ്ലാൻ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, കമാൻഡ് ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കത്തുള്ളൂ. പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ വിൽക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വാങ്ങാനൊക്കത്തുള്ളൂ. വാങ്ങിയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. പൈസ കിട്ടിയാൽ മാത്രമേ ഈ ആൾക്കാർക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. പൈസ കൃത്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ അവിടെ നിൽക്കും, അല്ലെ? പൈസ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ നിൽക്കുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും സാധനം റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ ഇവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നു, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ഇതെല്ലാം ഇന്റർഡിപെൻഡന്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ ആണേ. ഇനി അടുത്തത് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ഫയോൾ 5 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 5 എലമെന്റ്സ് ആണ് അഡ്മിനിസ്ട്രേഷനകത്തുള്ളത്. നമ്പർ 1 പ്ലാനിങ്, 2 ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ, 5 എലമെന്റ്സ്. അഡ്മിനിസ്ട്രേഷന് 5 എലമെന്റ്സ് ഉണ്ട്. പ്ലാനിങ് എന്തായിരിക്കും? നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, മേക്കിംഗ് ഫ്യൂച്ചർ ആക്ഷൻ പ്ലാൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി ഭാവി ചെയ്യാൻ പോകുന്നത്. 2 ഓർഗനൈസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നു, റിസോഴ്സസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു, അല്ലെ? എന്നിട്ട് റോൾസ് എല്ലാം കൊടുക്കുന്നു. നീ HR മാനേജർ, നീ പ്രൊഡക്ഷൻ ഓഫീസർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹെഡ്, നീ സൂപ്പർവൈസർ, അങ്ങനെ കൊടുത്തു പോകുന്നു. 3 കമാൻഡിങ് അല്ലെങ്കിൽ ലീഡിംഗ് ആണ്. ഓർഡേഴ്സ് കൊടുക്കുന്നു, പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. 4 കോർഡിനേറ്റിംഗ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ എഫേർട്ട് എടുത്ത് അവരെ യൂണിറ്റ് ആക്കി നിർത്തുക, ഒരു ടീം വർക്ക് ഉണ്ടാക്കുക. 5 കൺട്രോളിംഗ് ആണ്. കൃത്യമായിട്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യുക, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അങ്ങനെ 5 എലമെന്റ്സ് ആണ് ഒരു അഡ്മിനിസ്ട്രേഷനകത്തുള്ളത് എന്ന് ഫയോൾ പറഞ്ഞിരിക്കുന്നു. സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് ഇവിടെ ഓർക്കുക, ടിപ്പ് ടു റിമെമ്പർ. നമ്മളിപ്പോ പറഞ്ഞത് ഒന്ന് ഓർത്ത് വെക്കാൻ POCCC എന്ന് ഓർത്ത് വെച്ചാൽ മതി. POCCC പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. 3 Cയും Pയും Oയും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണ്? നമ്മളിത് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? 14 പ്രിൻസിപ്പിൾസ് ആണ് ഫയോളിന്റെ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ളത്. നമ്പർ 1 ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണ്ട. എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പഠിച്ച ജോലി എന്താണോ അതായിരിക്കണം എനിക്ക് തരേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റൂ, അല്ലെ? അപ്പം സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ഡിവിഷൻ ഓഫ് വർക്കിനകത്താണ്. ആര് എന്തിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അവിടേക്കുള്ള ആൾക്കാരെ നമ്മൾ നിയമിച്ചാൽ അവിടെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും കൂട്ടാം. ഇപ്പം എന്താണ്, ഒരു വർക്കറിനെ, ഇപ്പം അതായത് ഒരു പ്രൊഡക്ഷൻ വർക്കറിനെ എടുത്ത് നമ്മൾ ഒരു മോളിൽ തട്ടിലുള്ള ഒരു സൂപ്പർവൈസറോ HR മാനേജറോ ആക്കിയാൽ അത്രയ്ക്കുള്ള ഒരു പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി HR ഡിപ്പാർട്ട്മെന്റിൽ കിട്ടില്ല, അല്ലെ? അപ്പൊ അവിടെ പഠിച്ച ആളെ കയറ്റി ഇരുത്തണം. 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് രണ്ടാമത്തത്. മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ബെയർ റെസ്പോൺസിബിലിറ്റി ഫോർ റിസൾട്ട്. കൃത്യമായിട്ട് ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്തത് തെറ്റായാലും ശരിയായാലും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. എന്താണോ റിസൾട്ട് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. കൃത്യമായിട്ട് കൃത്യസമയത്ത് ഓർഡർ കൊടുക്കണം. ദെൻ ഡിസിപ്ലിൻ ആണ്. ഒബീഡിയൻ, റെസ്പെക്ട് ഫോർ റൂൾ ആൻഡ് എഗ്രിമെന്റ് ആർ എസെൻഷ്യൽ. ഒരു ഓർഗനൈസേഷൻ മാനേജ്മെന്റിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. മറ്റു റൂൾസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എഗ്രിമെന്റ്സുകളും എസെൻഷ്യൽ ആണ്. ഓക്കെ. ദെൻ 4 യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. Each employee should get orders from only one superior. ഒരു സൂപ്പർവൈസർ. ഇപ്പൊ പ്രൊഡക്ഷൻ ടീമിന് ഒരാൾ പറയുന്നത് മാത്രം. ഇപ്പൊ 10 പേരെ നിയമിച്ചിരിക്കുകയാണെങ്കിൽ 10 പേര് 10 അഭിപ്രായം പറയും. അതുകൊണ്ട് വർക്കേഴ്സ് കൺഫ്യൂസ്ഡ് ആയി പോകും. സോ only one superior ആയിരിക്കണം ഓർഡർ തരുന്നത് ഓരോ എംപ്ലോയിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളെ പാടുള്ളൂ. കമാൻഡ് ചെയ്യാൻ ഒരാൾക്കേ അധികാരം ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 1 plan and 1 head for activity with the same goal. ഒരു ഗോള്, അല്ലെ? ഒരു ഗോള്, 1 plan, 1 head for activity with the same goal. ഒരേ ഗോൾ ആണെങ്കിൽ ഒരു ഹെഡ്, ഒരു പ്ലാൻ, ഇങ്ങനെ ആയിരിക്കണം പോകേണ്ടത്. ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. പ്ലാനും ഹെഡും ഗോളും എല്ലാത്തിനും ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ ചെയ്യുന്ന ഗോള് മറ്റൊന്ന്, മറ്റേ ആൾ ചെയ്യുന്ന ഗോള് അങ്ങനെ ആവാൻ പാടില്ല. 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് മസ്റ്റ് കം ബിഫോർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഒരു മാനേജർ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കരുത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനായിരിക്കണം. അതുപോലെ 7 റെമ്യൂണറൈസേഷൻ ആണ്.
ഈ ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഫെയർ ആൻഡ് സാറ്റിസ്ഫാക്ടറി പേ ടു എംപ്ലോയീസ് ഫോർ ദർ സർവീസ്. ആ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർ നിലനിൽക്കത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അവരങ്ങ് പോകും. സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവർ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തില്ല, പ്രൊഡക്ടിവിറ്റി കുറയും. 8 സെൻട്രലൈസേഷൻ. ബാലൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പവർ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ ലെവൽസ്. അതായത് ലോവർ ലെവൽ തൊട്ട് ഹയർ ലെവൽ വരെ. നിങ്ങൾ എപ്പോഴും ഇത് കേൾക്കുന്ന സമയത്ത് ഒരു കൊച്ചു കമ്പനി ചിന്തിക്കാതെ വലിയ കമ്പനി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിനകത്തൊരു പവർ ഉണ്ടായിരിക്കണം, അതിനകത്തൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരോട്ട് മണ്ട വരെ ഇരിപ്പുണ്ട്, അപ്പൊ അവിടെ വരെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ആ ഡിസിഷൻ മേക്കിംഗ് പവർ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം. അത് ആരെയൊക്കെ ബാധിക്കും, ആരെയൊക്കെ ബാധിക്കില്ല എന്നൊക്കെ കണ്ടറിഞ്ഞ് എല്ലാവർക്കും ഓപ്റ്റ് ആവുന്ന രീതിയിൽ വേണം ഡിസിഷൻസ് എടുക്കാൻ. ദെൻ സ്കേലാർ ചെയിൻ ആണ് പറയുന്നത്. അതായത് ലൈൻ ഓഫ് അതോറിറ്റി, ഒരു ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കണം. ഫ്രം ടോപ്പ് ടു ബോട്ടം ചെയിൻ ഓഫ് കമാൻഡ് ആയിരിക്കണം. മുകളിലിരിക്കുന്ന ആൾ താഴെയുള്ള ആളോട് പറഞ്ഞു, അയാൾ ഇയാളോട് പറഞ്ഞു, ഇയാൾ ഇയാളോട് പറഞ്ഞു. അല്ലാതെ 10 ലൈനായിട്ട് 10 എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഒരു സ്കേലാർ ചെയിൻ ഉണ്ടായിരിക്കണം. ദെൻ 10 ഓർഡർ ആണ്. എവരിതിങ് ആൻഡ് എവരിവൺ ഷുഡ് ബി ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. എല്ലാവരും, എവരിതിങ് ആൻഡ് എവരിവൺ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് ഉണ്ടായിരിക്കണം. ദെൻ ഇക്വിറ്റി ആണ്. കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് ഷുഡ് ബി ഷോൺ ടു ഓൾ എംപ്ലോയീസ്. അവിടെ പക്ഷാഭേദം പാടില്ല, എല്ലാവരോടും നീതി വേണം, എല്ലാവരോടും അനുകമ്പ വേണം, എല്ലാ എംപ്ലോയീസിനോടും അതുണ്ടായിരിക്കണം. 12 സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പെർഫോമൻസ് കൂടത്തുള്ളൂ, അല്ലെ? അവരെ ഓടിച്ചു വിടാതെ അവരെ അവിടെ നിർത്താനുള്ള ഒരു മാർഗം നോക്കണം. ദെൻ ഇനിഷ്യേറ്റീവ് ആണ്. എൻകറേജ് എംപ്ലോയീസ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് ബി ക്രിയേറ്റീവ്. അവരെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് വിടുക, പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കാൻ അവരെ അനുവദിക്കുക, എൻകറേജ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒന്നാണ് ടീം സ്പിരിറ്റ്. യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു, ഹാർമോണി പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിന്? ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഉണ്ടാവാനും ഒന്നാണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകാനും. 14 പ്രിൻസിപ്പിൾസ് ആണ് കൃത്യമായിട്ട് പഠിക്കണം. അടുത്തത് ഫെയോളിന്റെ അത്രയും പഠിച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് ഈ ഗുളിക് ആൻഡ് ഉർവിക്കിന്റെ അപ്രോച്ചിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന് ആ 2 ആൾക്കാരെ പറ്റി പറയുമ്പം 1937 പേപ്പർ ഓൺ ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബൈ ഗുളിക് ആൻഡ് ഉർവിക് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് അതിന്റെ പേര്? പേപ്പർ, ഞാൻ പെൻ എടുത്തില്ല, പേപ്പേഴ്സ് ഓൺ ദ സയൻസ് ഓഫ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പേപ്പേഴ്സ് ഓൺ ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 1937 ഇവര് പബ്ലിഷ് ചെയ്തു. അപ്പം ഇതിനകത്ത് ഈ ഒരു പേര് കണ്ടോ, POSDCORB എന്ന് പറയുന്നത് ഗുളിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതുവഴിയാണ്. നോട്ട് ഓൺ ദ തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ ഇതിനകത്ത് അദ്ദേഹം എഴുതിയതാണ് ഇതിനെപ്പറ്റി. ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവര് 2 കൂട്ടരും ക്ലാസിക്കൽ തിയറി ഫോളോ ചെയ്ത വ്യക്തികൾ തന്നെ ആയിരുന്നു. ക്ലാസിക്കൽ തിയറി ഇവരുടെ കാലത്താണ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് വരുന്നത്. ഹെൻറി ഫെയോളിന്റെ ആ ഒരു കൂടുതലായിട്ട് ആ ക്ലാസിക്കൽ മാനേജ്മെന്റ് അപ്രോച്ചിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്തതൊക്കെ ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ്, ഈ 2 ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഇറ്റ് റെപ്രസെന്റ് ദ ഫംഗ്ഷൻ ഓഫ് ആൻ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ എ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ, പാർട്ട് ഓഫ് ദ ക്ലാസിക്കൽ മാനേജ്മെന്റ് അപ്രോച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫെയോൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അതുപോലെ ഇദ്ദേഹത്തിനെ പറ്റി പറയാം. ആദ്യം ഗുളിക്കിനെ പറ്റി പറയാം. ഇദ്ദേഹം ഒരു ക്ലാസിക്കൽ തിങ്കർ ആണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിക്കൽ തിങ്കർ ആണ്. 10 കീ പ്രിൻസിപ്പിൾസ് ആണ് ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും സ്ട്രക്ചറും കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ അറിയപ്പെടുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞോട്ട് POSDCORB ഫോർമുല എന്ന പേരിൽ പറയാറുണ്ട്. ആരെ? ഗുളിക്കിന്റെ ആണ് ആ ഒരു ഫോർമുല. അതിന്റെ 10 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ? ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മുടെ ഹെൻറി ഫെയോൾ പറഞ്ഞത് തന്നെ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസേഷൻ വേണം, ഓരോരുത്തർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് ടാസ്ക് വേണം കൊടുക്കാൻ. 2 ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ബൈ ഫംഗ്ഷൻ, പർപ്പസ്, പ്രോസസ്, പ്ലേ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തരംതിരിക്കണം അവരുടെ ചെയ്യുന്ന ഫംഗ്ഷൻസിനും പർപ്പസിനും പ്രോസസ്സിനും ഒക്കെ അനുസരിച്ച്, ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ. 3 കോർഡിനേഷൻ ത്രൂ ഹയറാർക്കിയാണ്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം. സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ആ കമാൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടൊരു ഹയറാർക്കി ഉണ്ടായിരിക്കണം. 4 ഡെലിബറേറ്റ് കോർഡിനേഷൻ, കൃത്യമായിട്ട് കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അതായത് കോർഡിനേഷൻ ഓട്ടോമാറ്റിക് ആവരുത്, ഇറ്റ് മസ്റ്റ് ബി പ്ലാൻഡ് ആൻഡ് പ്രാക്ടീസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിട്ട് ചെയ്യുന്നത്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ഓരോ എംപ്ലോയീസും ഒരാളുടെ അടുത്തായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. എ മാനേജർ ഷുഡ് സൂപ്പർവൈസ് എ മാനേജബിൾ നമ്പർ ഓഫ് സബോർഡിനേറ്റ്. അതായത് എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഒരു മാനേജർക്ക്
അയാൾക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു സബോർഡിനേറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ഡെലിഗേഷൻ ആണ്. അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ് അലോങ് വിത്ത് റെസ്പോൺസിബിലിറ്റി ടു എനേബിൾ എഫിഷ്യൻസി. ഡെലിഗേറ്റഡ് പവർ കൊടുക്കണം. അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ് ആയിരിക്കണം. അതായത് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാതെ കുറച്ച് വികേന്ദ്രീകൃതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റണം. എല്ലാം അവരോട് ചോദിച്ചിട്ട് ചെയ്യാൻ നിൽക്കാതെ കുറച്ച് റെസ്പോൺസിബിലിറ്റിക്ക് ഡെലിഗേഷൻ പ്രൊവൈഡ് ചെയ്യുക. സ്റ്റാഫ് ആൻഡ് ലൈൻ ആണ്. ഇവിടെ ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊഡക്ഷൻ പോലെയുള്ളതും, സ്റ്റാഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അഡ്വൈസറി അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് HR ലീഗലോ ഒക്കെ ആയിരിക്കാം. സ്റ്റാഫ് മസ്റ്റ് സപ്പോർട്ട് ബട്ട് നോട്ട് ഇന്റർഫിയർ വിത്ത് ലൈൻ അതോറിറ്റി. സ്റ്റാഫ് മസ്റ്റ് സപ്പോർട്ട് ബട്ട് നോട്ട് ഇന്റർഫിയർ വിത്ത് ലൈൻ അതോറിറ്റി. അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ദെൻ കണ്ടിന്യൂറ്റി ആണ്. സ്ട്രക്ചർ ഷുഡ് സപ്പോർട്ട് സ്റ്റെബിലിറ്റി ആൻഡ് സ്മൂത്ത് റീപ്ലേസ്മെന്റ് ഓഫ് പേഴ്സൺ. അതായത് ഒരു സ്റ്റെബിലിറ്റി, കുറച്ചു മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് പറ്റത്തില്ല. അവരെ സ്റ്റേബിൾ ആക്കി നിർത്താൻ പറ്റണം. അല്ലെങ്കിൽ ഒരാൾ പോയാലും കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ പറയില്ലേ, ഒരാൾ പോയെന്ന് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് നിർത്തി വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്നാണ് ആ ഒരു കാര്യത്തിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് സ്പാൻ ഓഫ് അറ്റൻഷൻ ഓർ ലിമിറ്റേഷൻ ആണ്. ഹ്യൂമൻ കപ്പാസിറ്റി ടു അറ്റൻഡ് ടു മൾട്ടിപ്പിൾ ടാസ്ക് ഈസ് ലിമിറ്റഡ്. ടാസ്ക് ഷുഡ് ബി ഡിവൈഡഡ് അക്കോർഡിംഗ്ലി. എല്ലാ കാര്യങ്ങളൂടെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നത് മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആ ഒരു അറ്റൻഷൻ കൃത്യമായിട്ട് അവർക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ 10 പ്രിൻസിപ്പിൾ. അതുപോലെ ഞാൻ പറഞ്ഞു 1937 അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ ആയിരുന്നു നോട്ട് ഓൺ ദ തിയറി ഓഫ് ഓർഗനൈസേഷൻ. അതിനകത്ത് 1937 അദ്ദേഹം ഈ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ക്ലാസിക്കൽ മാനേജ്മെന്റ് അപ്രോച്ചിനകത്ത് ഫെയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയോട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫോർമുലയാണ്. അഡ്മിനിസ്ട്രേഷനകത്ത് 7 എലമെന്റ്സ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്പർ 1 പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇത്രയുമാണ് ഒരു അഡ്മിനിസ്ട്രേഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ 4 ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ആണ് അദ്ദേഹം പറയുന്നത്. 4 ബേസസ് ആണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനകത്ത് ഉള്ളത് എന്ന് ഗുളിക്ക് പറയുന്നു. നമ്പർ 1 പർപ്പസ് ആണ്. അതായത് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഹെൽത്ത് നോക്കുന്നതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ നോക്കുന്നവർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ. ദെൻ പ്രോസസ് ആണ്. അതായത് ഏത് പ്രോസസ് ആണോ ചെയ്യുന്നത്, ഏത് ടെക്നിക് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഒരു ഡിപ്പാർട്ട്മെന്റ്. ദെൻ ക്ലൈന്റിലെ, അതായത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പീപ്പിൾ സെർവ്ഡ്, അതായത് വുമൺ ആണോ, ട്രൈബൽ അഫയേഴ്സ്, ഏത് ടൈപ്പ് ആൾക്കാരെയാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. 4 ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. 4 പ്ലേസ് ആണ്. ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത് ഊർവിക്കിന്റെ കാര്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു ഊർവിക്. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലും പ്രിൻസിപ്പിൾ പറയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതും കുറച്ചുണ്ട്. ഓക്കെ, ഇത് കുറച്ചുണ്ട് എന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 1943 ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ദ എലമെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതിനകത്ത് ഇദ്ദേഹം 29 പ്രിൻസിപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 29 പ്രിൻസിപ്പിൾ. എന്താണ് ആപ്ലിക്കേറ്റീവ്, അപ്രോപ്രിയേറ്റ്നെസ്, അസൈൻമെന്റ് ഓഫ് ഫംഗ്ഷൻസ്, അതോറിറ്റി, കമാൻഡ്, കോർഡിനേഷൻ, ഡെലിഗേഷൻ, ഡിസിപ്ലിൻ, ഫോർകാസ്റ്റിംഗ്, അങ്ങനെ ഒരു 29 എണ്ണം ഉണ്ട്. ഇത് ഇത്രയും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. അപ്പം ചോദിക്കും എല്ലാം പഠിക്കേണ്ടതെന്ന്. പഠിക്കണം. ഇദ്ദേഹം ആദ്യം ഇറക്കിയ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രിൻസിപ്പിൾസ് നിങ്ങൾ കാണാൻ പഠിക്കണം. അത് എത്ര എണ്ണം ഉണ്ട്? ഏകദേശം ഒരു 8 എണ്ണം ഉണ്ട്. 8 പ്രിൻസിപ്പിൾസ് ആണ് ഗുളിക്കിൻ്റെത്. മറ്റേത് 10 പ്രിൻസിപ്പിൾ. സോറി, ഗുളിക്കിന്റെ 10 എണ്ണം, ഉറുവിക്കിന്റെ ഇപ്പൊ പറയാൻ പോകുന്ന 8 എണ്ണം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടായിരിക്കും. കാരണം ക്ലാസിക്കൽ തിയറി ഇത്രയും ഉണ്ട്. ഇത്രയും പറയാതെ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ നോക്കാം. അക്കോർഡിംഗ് ടു ഉറുവിക് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് 8 എണ്ണം. 1 പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷന് കൃത്യമായ ഗോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു ആ ഗോൾ ഉണ്ടായിരിക്കണം. 2 പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. 2 അതായത് കുറച്ചു മുമ്പ് ഈ 2 ആൾക്കാർ പറഞ്ഞില്ലേ, ഫെയോളും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗുളിക്കും ഒക്കെ പറഞ്ഞ സെയിം സംഭവം. സ്പെഷ്യലൈസേഷനോട് കൂടി ഡിവൈഡ് ചെയ്ത് ടാസ്കുകൾ കൊടുക്കുക. 3 പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആണ്. അതായത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെലിഗേഷൻ ഉണ്ടായിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ ആണ് 4. ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് വർക്ക് ടുഗദർ ഹാർമോണിയസ്ലി. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇച്ചിരി മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ ആണ് അടുത്തത്. റോൾസ്, ഡ്യൂട്ടീസ്, റിലേഷൻഷിപ്പ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ.
എല്ലാ റോളുകളും ഡ്യൂട്ടികളും റിലേഷൻഷിപ്പും ഒക്കെ ക്ലിയർലി ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. ഒരു സംശയം വരരുത്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അടുത്തത്. അതായത് ഒരാൾക്ക് ഒരാളോട് മാത്രം സുപ്പീരിയർ ഉണ്ടായിരിക്കണം, അയാളോട് വേണം എല്ലാ കാര്യങ്ങളും പോയി പറയാൻ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, അദ്ദേഹം ഗുളിക്ക് പറഞ്ഞതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തണം, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ 8 പ്രിൻസിപ്പിൾ. പിന്നെ ഞാൻ പറഞ്ഞു 1943 ഈ ഒരു ബുക്ക് വന്നപ്പോൾ അദ്ദേഹം 29 പ്രിൻസിപ്പിൾസ് കൂടെ കൂട്ടിച്ചേർത്തു. അത് അത്രയും കാണാൻ പഠിക്കുന്നത് നടക്കത്തില്ല. അടുത്തത് കോൺട്രിബ്യൂഷൻ ഓഫ് മൂണെ ആൻഡ് റെയ്ലേ എന്ന് പറയുന്ന 2 വ്യക്തികളുടെ കാര്യം കൂടെ പറഞ്ഞില്ലേ, അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുത്തതെന്ന് നോക്കാം. ഈ 2 ആൾക്കാരും ക്ലാസിക്കൽ തിങ്കേഴ്സ് തന്നെയാണ്. ദേ വർക്ക്ഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ്. ജനറൽ മോട്ടോഴ്സിൽ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തവരായിരുന്നു, USA ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഇവര് ഒരു ബുക്ക് ഇറക്കിയായിരുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. 1939 പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബുക്ക് വന്നു. രണ്ടും കൂടെ ചേർന്ന് എഴുതിയതാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് പ്രിൻസിപ്പിൾസ് ഇവരും പറയുന്നുണ്ട്. അതായത് ഇവര് പറയുന്നത് ചില ഓർഗനൈസേഷൻ ആയാല് ചില പ്രിൻസിപ്പിൾസ് വേണം. ആ പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ് ആണ് ഇവർ പറഞ്ഞത്. 4 അല്ല 5 പ്രിൻസിപ്പിൾ ഉണ്ട്. 5 പ്രിൻസിപ്പിൾസ് ആണ് ഇവർ പറഞ്ഞത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ ആണ്. അതായത് ദേ കോൾ കോർഡിനേഷൻ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന് കോർഡിനേഷൻ ആണെന്ന് അവർ പറയുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ച് ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് കോർഡിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക. 2 സ്കേലാർ പ്രിൻസിപ്പിൾ, ഒരു ഹയറാർക്കി ഉണ്ടായിരിക്കണം, ഒരു ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏറ്റവും മുകളിൽ MD, തൊട്ട് താഴെ മാനേജർ, അങ്ങനെ തന്നെ വേണം. ചെയിൻ ഓഫ് കമാൻഡും സ്കേലാർ ചെയിനും ഒക്കെ ഉണ്ടായിരിക്കണം. എന്നാലേ ഡിസിപ്ലിനും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവത്തുള്ളൂ, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവത്തുള്ളൂ. ദെൻ ഫങ്ഷണൽ ഡെഫിനിഷൻ, ഓരോരുത്തരും ചെയ്യേണ്ട റൂൾസും പൊസിഷനും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ദെൻ സ്റ്റാഫ് ആൻഡ് ലൈൻ, എല്ലാവരും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ലൈൻ അതോറിറ്റി. അതായത് ആര് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്ക് എന്ത് അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്റ്റാഫ് അതോറിറ്റിക്ക് അഡ്വൈസറി അധികാരമായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് ഡയറക്റ്റ് എടുക്കുന്നത് ലൈൻ അതോറിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അതുപോലെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയുമാണ് ക്ലാസിക്കൽ തിയറിക്കകത്ത് പറയാനുള്ളത്. എനിക്കറിയാം വലിയ ക്ലാസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.